അപ്പൊ നമുക്ക് ആദ്യം ബക്കാടിയുടെ 2 ലൈൻ പാടിക്കൊണ്ട് തുടങ്ങാം. 2 ബക്കാടി അടിക്കണം, പക്ഷേ ചായ ഉള്ളൂ. കൊള്ളാലോ. എനിക്ക് ഇതാണ് ഇഷ്ടം. ആക്ച്വലി റിനോഷിന് എത്ര വയസ്സാണ്? 31 ആണ്. എന്തേ പ്രായം തോന്നാത്തെ? ഓട്ടോമാറ്റിക്കലി മെലിഞ്ഞാണ്, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ മെലിഞ്ഞു. അപ്പൊ പിന്നെ അത് പിടിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. I'm from the southern part of India, and yes, I'm a Malayali. Kerala is a state who will be chilling with Mahabali. Yeah, Sheriff Shiba with the doo-doo is a Bengali. Now that's a nice beer, bro. Are you a fan of Livin' Polly? You can find me everywhere in every freaking gully. Life of the group, bro. My friends call me Aliyah. Ask me what you like, and I say porota and beef curry. പാടി മടുത്ത്. ചേട്ടാ മഴ വരുന്നു. 10 മില്യൺ ഞാൻ നോക്കിയത്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല, ആരെങ്കിലും കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം മാറിയിട്ടുണ്ടായിരുന്നു. റെഗുലർ ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ഫസ്റ്റ് ഗ്രാഫ് അല്ല ചോദ്യമാണ്, ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളൊരു ഫാക്ടർ. എനിക്കും ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ആൾക്കാരിരുന്ന് അടിയുണ്ടാകുമ്പോൾ എനിക്കത് ഭയങ്കര നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ വന്ന് ആൾക്കാർ കരയുമ്പോഴോ അല്ല അങ്ങനത്തെ കുറച്ച് കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ആഗ്രഹമില്ല ആരും ഞാൻ കരയുന്നൊന്നും കാണണമെന്ന്, ഞാൻ കരയുന്ന ആരും കണ്ട എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ മറ്റേ തുടുപിടാന്ന് പറഞ്ഞ അവിടെ വെറുതെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. എൻ്റെ അടുത്ത് ജുനൈസ് പറയായിരുന്നു, ഏറ്റവും അവസാനത്തെ ദിവസം ലാലേട്ടൻ വരും, 2 പേരെ ഉണ്ടാവുള്ളൂ, ലാലേട്ടൻ 2 കൈ പിടിച്ചു കൊടുത്ത് ലൈറ്റ് ഒക്കെ ഓഫ് ആവും, പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നുള്ളൊരു സാധനം പറഞ്ഞായിരുന്നു. ആ 2 എന്തായാലും ഒന്നാവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ കേസാട്ടോ, അതൊക്കെ ചുമ്മാ പറയുന്ന ആഗ്രഹത്തിൻ്റെ ഒരു വിഷയമല്ല. ചില ആൾക്കാർ വേണമെന്നുണ്ടാവും, അവർ സംസാരിക്കാൻ നോക്കുമ്പോൾ അങ്ങോട്ട് സംസാരിക്കണമെന്ന് മനസ്സിൽ നിന്ന് ആഗ്രഹം ഉണ്ടാവും. പഴയ കാര്യങ്ങളും അത് ഇന്ന കാരണം കൊണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞ് ഈ എക്സ്പ്ലെയിൻ ഇതേ ബിഗ് ബോസ് തന്നെയാണ്. പിന്നെ എനിക്ക് അതിന് പേഴ്സണലി താല്പര്യമില്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഒറ്റ ഇന്റർവ്യൂ കൊടുത്തുള്ളൂ, അതോടെ പരിപാടി തീർന്നു. നമ്മളെ കുറിച്ച് ജനം എല്ലാം ഓൾറെഡി ഒരു 3 മാസം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്താന്ന് പറയുന്നത്, ഇനി വന്ന് ഇതിൽ പിന്നെയും കുത്തിരിക്കാം. ഇത് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞ് 2 തമിഴിലൊക്കെ ഇട്ട്. ഓക്കെ, റിനോഷാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് റിനോഷ്. ഹലോ ഏട്ടാ. പുതിയ വിഷയമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ബക്കാടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ചോദിക്കാനുള്ളത്, മറ്റേത് 1 crore ആയല്ലേ? ഏതാണ്? മല്ലു, മല്ലു. അതങ്ങനെയൊക്കെ ആയിട്ടൊന്നും തോന്നുന്നേ. 10 മില്യൺ ഞാൻ നോക്കിയായിരുന്നു, ക്രോസ് ചെക്ക് ചെയ്തായിരുന്നു. അടിപൊളി. അപ്പൊ ലോകത്തിലെ എല്ലാ മലയാളികളും ഏതാണ്ട് കണ്ടിട്ടുണ്ടാവണം അല്ലേ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല, ആരൊക്കെ കണ്ടിട്ടുണ്ട്. ആരൊക്കെ ഇനിയും കാണാനുണ്ട്, അതാണ് ആരൊക്കെ ഉണ്ട് ഇനി ബാക്കി. അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ല. അപ്പം കുറച്ചാള് കഴിഞ്ഞിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു 7-8 months ആയി ഒരു പാട്ട് ഇറക്കിയിട്ട്. അപ്പൊ ഇനിഷ്യലി പോയി ഇറങ്ങുമ്പോൾ തന്നെ പടപടയെന്ന് പറഞ്ഞ് പാട്ടൊക്കെ ഇറക്കാന്നുള്ളൊരു മൈൻഡിലാണ് പോയത്. അതെ, നമ്മളൊക്കെ അങ്ങനെ പ്രതീക്ഷിച്ചു. അതെ, പക്ഷെ പോയി ഇറങ്ങി കഴിഞ്ഞപ്പം മൈൻഡ് സെറ്റ് പെട്ടെന്ന് മാറി. അപ്പൊ പിന്നെ കുറച്ച് ടൈം എടുത്തു, ബ്രേക്ക് എടുത്തു, പിന്നെ അതേ ഇപ്പം അഗൈൻ ബാക്ക് ഓൺ ട്രാക്ക്. ഓ അതെ, അടിപൊളി. അങ്ങനെ ഇപ്പൊ ലച്ചുവിനെ വെച്ചിട്ടാണ് ചെയ്യാന്നുള്ളത് പ്ലാൻ ചെയ്തിരുന്നത്. അത് അവിടെ വെച്ച് പ്ലാൻ ചെയ്താണോ, ബിഗ് ബോസിനുള്ളിൽ വെച്ച് പ്ലാൻ ചെയ്തോ? ഇല്ല, ഇപ്പം ഞാനിവിടെ വന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാണ് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ സംസാരിച്ചിരുന്നു എന്ന്. പക്ഷെ അത് ഈ വീഡിയോനാണോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ബിഗ് ബോസിന് മുന്നേ ഒരു വീഡിയോന് ആക്ച്വലി ലച്ചുവിനെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു നേരത്തെ. അപ്പൊ എനിക്ക് ലച്ചുവിനെ പേഴ്സണലി അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ സിനിമാറ്റോഗ്രാഫറായിട്ട് ഞങ്ങളൊരു ഡിസ്കഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ മറ്റേ പെട്ടെന്ന് ലച്ചുവിനെ ബിഗ് ബോസിൽ കാണുന്നത്. സോ അത് ഫൈനലി പരിപാടി ഇങ്ങനെയായി. അപ്പൊ നമുക്ക് ആദ്യം ബക്കാടിയുടെ 2 ലൈൻ പാടിക്കൊണ്ട് തുടങ്ങാം. ഓക്കെ ആയിക്കോട്ടെ. 2 ബക്കാടി അടിക്കണം, പക്ഷേ ചായ ഉള്ളൂ. വേറെ പറഞ്ഞോ. ഓക്കെ, സോ പുലർച്ചെ എൻ്റെ കണ്ണിൽ തട്ടും പൊൻപ്രകാശമേ, അടുത്തു വാ നിന്നോടു ഞാൻ ഒരു കാര്യം ചൊല്ലട്ടെ. ഈ അടുത്തു ഞാൻ കണ്ടു നിന്നെ വെല്ലും തെളിച്ചമുള്ള പെണ്ണിനെ. ഓ ഓ ചിരിക്കുമ്പോൾ അവൾ കണ്ണിൽ കാണും പ്രകാശമേ, അതു കണ്ടു നിന്ന് ഞാൻ പോയിട്ടത് ആകാശമേ. എൻ മനസ്സിലുള്ള ചോദ്യം ഞാൻ പറയും എങ്ങനെ. ഓ ഓ ഞാൻ നടക്കും തീരങ്ങളിൽ എൻ്റെ കാലിലോട്ടു വന്നടിച്ച തീര ഇതാ, അറിയാതെ വന്നു ചേർന്നതാ. ഞാൻ നനയും നേരങ്ങളിൽ ഒരു മറയായി വന്ന കൂടെ ഇതാ, കനവിൽ കണ്ട പെണ്ണിതാ. അടിപൊളി. അതിൽ ആ കടൽ തീരത്തോ മറ്റോ നടക്കുന്ന സമയത്ത് ഫുൾ ഓപ്പൺ ഷർട്ട് ഫുൾ ഓപ്പൺ ചെയ്ത് നടക്കുന്നില്ല. എനിക്ക് ആ ഷോട്ട് ഭയങ്കരമായിട്ട് വേറെ വിഷയമാണ്. അപ്പം അതാണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വരണ്ടേ. അതാണ് കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തുകൊണ്ട് 6 packs ആയിക്കൂടാ എന്നുള്ള സാധനമുണ്ടല്ലോ. 6 pack ഒന്നും അല്ല, എന്നാലും ഒരു അങ്ങനത്തെ ഒരു വിഷ്വൽ ആ ഒരു ട്രീറ്റ്മെന്റ് വളരെ രസമായിട്ട് തോന്നി.
ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു കൊള്ളാലോ അടിപൊളി. ഈ ബ്രേക്ക് ഫ്രീയില് ചെറുപ്പക്കാരനായിട്ട് സ്കൂളിൽ പഠിക്കുന്ന ആളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ റിനോഷ് സ്കൂളിൽ പഠിക്കുന്നതായിട്ട് എന്നെയാണ് എനിക്ക് തോന്നിയത്. അടിപൊളി. എന്തേ പ്രായം തോന്നാത്തെ? അടിപൊളി ആറ്റിറ്റ്യൂഡ് ആണല്ലോ, അതിനുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങ് ഇത് ചെയ്താൽ മതി. അങ്ങനെ ഭയങ്കര രീതിയിൽ അങ്ങനെ വലിയ ഇതൊന്നുമില്ല, പക്ഷെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മൾ ആ ആറ്റിറ്റ്യൂഡിനെ മനസ്സിലാക്കി. പിന്നെ എന്റെ പാട്ടുകൾ എനിക്കറിയാം, എന്റെ പാട്ടുകൾക്ക് ലൈക്ക് ഞാൻ എഴുതുന്ന മണ്ടത്തരാണല്ലോ, അപ്പൊ അതിനനുസരിച്ച് ഞാനും കുറങ്ങനാവും, അത്രേ ഉള്ളൂ. സോ ആ സർക്കസിന്റെ ഭാഗമാകുമ്പം എല്ലാം അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. അങ്ങനെ അല്ല, ഞാനിപ്പോ ബിഗ് ബോസിൽ നമ്മൾ മുംബൈയിൽ അവസാനം കാണുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു കട്ടിയൊക്കെ ഉണ്ടായിരുന്നു, വീണ്ടും വർക്കൗട്ട് ചെയ്ത് ചുരുക്കിയതാണ്. അല്ല, വീണ്ടും ഇപ്പം കുറച്ച് വർക്കൗട്ട് കുറവായിരുന്നു. പിന്നെ കുറച്ച് ട്രാവലിങ്ങും പരിപാടിയൊക്കെ ആയിട്ട്, എന്താണ് ഫുഡ് പരിപാടിയൊക്കെ എല്ലാം അവിടെ ഇവിടെയാണ്. ബാക്ക് ഒരു റുട്ടീൻ ട്രാക്ക് ഇപ്പൊ പതുക്കെ പിടിച്ച് വരുന്നുള്ളൂ. അപ്പൊ അതാണ് അത്യാവശ്യം മെലിഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. ആണ് ഇപ്പോഴും അടിപൊളി. എനിക്ക് ഇതാണ് ഇഷ്ടം. ആക്ച്വലി റിനോഷിന് എത്ര വയസ്സാണ്? എത്ര വയസ്സുണ്ടാവും എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ ഒരു 32 ഒക്കെ മാക്സിമം തോന്നിക്കാം. അതെ, അപ്പം ഞാനിപ്പം 31 ആണ്. 31 ആണ്. ഓക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ പ്രായമുള്ള ആളാണ് ഇങ്ങനെ മെലിഞ്ഞ് നടക്കുകയാണെന്ന്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. അത് ഓട്ടോമാറ്റിക്കലി മെലിഞ്ഞാണ്, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ മെലിഞ്ഞു. അപ്പൊ പിന്നെ അത് പിടിച്ച് പോകുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഈ ബിഗ് ബോസ് ഫ്രണ്ട്സിനെ ഒക്കെ കാണാറുണ്ടോ? അങ്ങനെ കാണാൻ ഇപ്പം ജൂനിയേഴ്സ് ആയിട്ട് നല്ല കമ്പനിയാണ്, അതല്ലാതെ അപ്പം റെഗുലർ ആയിട്ട് അങ്ങനെ ആരൊന്നും കാണാറൊന്നുമില്ല കേട്ടോ. പിന്നെ അനിയൻ മിഥുൻ എവിടെ പോയി? പുള്ളി ഉണ്ട്, ദാസനും വിജയനും ആണ്. അതിപ്പം എന്താണ് പറയാ, അതിപ്പം റെഗുലർ ആയിട്ടുള്ള ടച്ചിലോ പരിപാടികളോ ഒന്നുമില്ല. ഞാൻ പിന്നെ ഷോ കഴിഞ്ഞിട്ട് അങ്ങനെ ആരുമായിട്ടൊരു ഭയങ്കര റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അത് പിന്നെ എനിക്ക് പിന്നെ അതിനു വേണ്ടി പുഷ്, ബിക്കോസ് ഞാനിവിടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റും മെന്റാലിറ്റി ഒക്കെ വേറെ പല കാര്യങ്ങളിലോട്ടായി. സോ പിന്നെ എനിക്കിപ്പം അവരുടെ പരിപാടി തിരക്കാണ്, ഞാൻ എൻ്റെ പേഴ്സണൽ പരിപാടിയിലാണ്. അപ്പൊ അതിനുള്ള ഇനി പോയി പാച്ചപ്പ് ചെയ്യാനുള്ള എനർജി ഒന്നും എനിക്കില്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എവിടെയെങ്കിലും കാണുമ്പം അതെല്ലാം കൂളായിക്കോളും. സോ അപ്പം അങ്ങനെ. പക്ഷെ കണ്ട ഭീകരമായ എനർജിയാണ്, പാട്ടിലൊക്കെ അടിപൊളി എനർജിയാണ്. എനിക്ക് ബിഗ് ബോസിന്റെ വിശേഷങ്ങൾ പറയേണ്ടതുണ്ട്. അതിനു മുമ്പ് ഐ എം എ മല്ലു, അത് കേട്ടിട്ടേ ബാക്കിയുള്ളൂ. പൊളി സാധനമാണ്, അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായി. സൗണ്ടിങ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് പാടിയിട്ടാവും മറ്റു വിശേഷങ്ങൾ. Of the group, bro, my friends call me Aliyah. Ask me what you like and I say porota and beef curry. Yeah, I know beef is banned, bro. Pakshe eniki beef, we got the Muslim Kiyam, bro. We also got the Idiki Gold movies, always remember and soda cheese. Sorry, bad cold. We be eating me with rice and dal. At home we be watching Mohanlal. We be pacing on the NH after a small of MH. Chama, M-A-L-L-U, M-A-L-L-U. I'm a mallu. അതൊക്കെ തന്നെ പാടി മടുത്ത്. അടിപൊളി. അതിനിടയ്ക്ക് ചേട്ടാ മഴ വരുന്നു, സാധനമൊക്കെ ഉണ്ട്. ആ വോയിസ് ഒക്കെ ഇമിറ്റേഷൻ ആയിരുന്നോ? അതെ, എന്റെ വോയിസ് ഇമിറ്റേഷൻ കേട്ടേക്കുന്നതാണ്. അതിൽ ആ തമിഴ് സ്ത്രീയും ഒക്കെ, അത് ആ പുള്ളിക്കാരത്തി എന്റെ അമ്മയുടെ കൂടെ കണ്ടും അവിടെ ലാബിലും കണ്ടിരുന്നത് ഒരു ചേച്ചിയായിരുന്നേ. അപ്പൊ അതിനെ പിടിച്ചാ പറഞ്ഞ കൊണ്ട് അഭിനയിപ്പിച്ച്. ആ വോയിസും റിനോഷിന്റെ തന്നെ അല്ലേ? അത് എന്റെ വോയിസ് ആണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ അറിവ് ശബ്ദം മാറ്റി അമ്മൂമ്മയുടെ ശബ്ദത്തിൽ പാടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മളിത് റിനോഷിന്റെ ഈ ശബ്ദം കമ്പയർ ചെയ്തായിരുന്നു. ഭയങ്കര വെറുതെ. അപ്പൊ വേറെ അമ്മൂമ്മക്ക് കാശ് കൊടുക്കണ്ടല്ലോ, ചുരുക്കല്ലോ, ഞാൻ തന്നെ കൊടുത്ത്. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് റിനോഷിന് ബിഗ് ബോസ് ശരിക്കും ഒരു അത്ര പിടിക്കാത്തൊരു പരിപാടിയായിരുന്നു. പക്ഷെ ബിഗ് ബോസിന് പോയി കഴിഞ്ഞതിന് ശേഷം കുറെ മാറി. കാരണം ഈ കരയരുത് അല്ലെങ്കിൽ കരയുന്നതൊക്കെ മെലോ ഡ്രാമയാണെന്ന് വിചാരിച്ചിരുന്ന ഒരാൾ അതിനകത്ത് പോയി സങ്കടപ്പെടുന്നു, കരച്ചിൽ അടക്കാൻ പാടുപെടുന്നു. അങ്ങനെയൊക്കെ വന്ന് തിരിച്ചെത്തുമ്പോൾ ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം മാറിയിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടായിരുന്നു ശരിക്കും? റെഗുലർ ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ഫസ്റ്റ് ഗ്രാഫ് അല്ല ചോദ്യമാണ്, ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളൊരു ഫാക്ടർ. അപ്പൊ എനിക്കിങ്ങനെ പലതും കണ്ടപ്പം എനിക്കും ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സ്ക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഞാനിപ്പം ഇതെല്ലാം പണ്ടത്തെ സീസണുകൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എവിടെയോ ആരോ ആൾക്കാർ ഇപ്പോൾ ഒരാൾ പുറത്ത് വരുന്നു, ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നു, ആൾക്കാർ വാ എന്നൊക്കെ പറഞ്ഞ് ഇതാവുന്നു. അതിൽ മേ ബി അത് തുടക്കം തൊട്ട് കണ്ടാൽ ആ ഇമോഷൻ കണക്ട് ആവും. ഞാനങ്ങനെ കണ്ടിട്ടില്ല, അത് കാരണം എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ആൾക്കാരിരുന്ന് അടിയുണ്ടാകുമ്പോൾ എനിക്കത് ഭയങ്കര നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ വന്ന് ആൾക്കാർ കരയുമ്പോഴോ അല്ല അങ്ങനത്തെയൊക്കെ. അപ്പോൾ എനിക്കതൊക്കെ ലൈക്ക് കുറച്ച് കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയപ്പം ലൈക്ക് എനിക്ക് ആഗ്രഹമില്ല ആരും ഞാൻ കരയുന്നൊന്നും കാണണമെന്ന്. അതൊരു എന്താണ് ഒരു ഇമോഷനാണോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഞാൻ കരയുന്ന ആരും കണ്ട എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ മറ്റേ തുടുപിടാന്ന് പറഞ്ഞ അവിടെ വെറുതെ ഇരുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. ഇപ്പോഴും ഏതെങ്കിലും ഇത് കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും
കരയുന്നതിൻ്റെ ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര എനിക്ക് അലമ്പാണ് ഇത്ര ആൾക്കാർ കാണുന്നു എന്നുള്ളൊരു സാധനമില്ലേ. അതും പിന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പം ഞാൻ മറ്റൊരാളുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ അയാളുടെ കരച്ചിലിനെ ജഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അയാളുടെ ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അപ്പം അതേ സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുമ്പം അവർക്ക് എപ്പോഴും ആ ഇമോഷന് കണക്ട് ആവണമെന്നൊന്നും വരത്തില്ല. സോ എനിക്കറിയത്തില്ല, എനിക്ക് കരച്ചിൽ പുറത്ത് വന്ന് ഓപ്പണായിട്ട് ചെയ്യാൻ കുറച്ച് വിയേർഡ് ഇമോഷനാണ്. അതൊക്കെ ഈ ഷോ പുറത്ത് കൊണ്ടുവന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഉള്ളിൽ നിങ്ങൾ 2 ടീമായിട്ട് അന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ 2 ടീമല്ല, ഒരുപാട് ടീമുകളുണ്ട്. പക്ഷേ സാധ്യത ഉണ്ടായിരുന്നത് ഇപ്പോൾ ജുനൈസോ അനിയൻ മിഥുനോ ഒക്കെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആ അനിയൻ്റെ ഒരു സംഗതി വന്നിട്ട് ഔട്ടാകുന്ന ഇല്ലെങ്കിൽ പുറത്തൊരു കോൺട്രവേഴ്സി ആകുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ഷോ കുറച്ചുകൂടെ മെച്ചപ്പെടുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല. അതൊരു ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാനിപ്പോൾ പുറത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു അതൊരു ഇപ്പം നിനക്ക് വന്നേക്കുന്ന ആ പടം നെഗറ്റീവ് അതാണ് അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനതിനങ്ങനൊന്നും കാണുന്നില്ല. അത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പം പറഞ്ഞ ആൾക്കാണ് അതിൻ്റെ ഇത് വരുന്നത്. സോ ആൻഡ് പുള്ളി അത് ഒരു വളരെ നോർമലായിട്ടാണ് പുള്ളി പറഞ്ഞത്. പുള്ളി ഒരു നല്ല ആളാണ്, ജെന്യുവൻലി നല്ല ആളാണ്. എനിക്ക് ഇത്രയും നാളിപ്പം ആ ഹൗസിൽ നിൽക്കാൻ പറ്റിയതിൻ്റെ ഒരു വലിയൊരു ഈ ഒരു ഹാപ്പിനെസ് അല്ല ഒരു സപ്പോർട്ട് സിസ്റ്റം ആ ഒരു ഫ്രണ്ട്ഷിപ്സ് ആണ് ശരിക്കും. ബിക്കോസ് നമ്മൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമുക്ക് വേറെ കൂട്ടുകാരോ നമുക്ക് അങ്ങനെ ആരും ഇല്ല നമ്മുടെ പരിപാടി ഷെയർ ചെയ്യാൻ. അപ്പം നമുക്ക് മാക്സിമം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലാണ് നമുക്ക് കുറച്ച് സമാധാനം നമുക്ക് അവിടെ നിർത്തുന്നത്. അപ്പം അതില്ലായിരുന്നെങ്കിൽ എൻ്റെ വളർച്ച ഞാൻ അങ്ങനെ ഒന്നും കാണുന്നില്ല. അതുണ്ടായാലും ഞാൻ എൻ്റെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിപ്പുണ്ട്. എനിക്ക് അറിയത്തില്ല. റിനോഷ് ശരിക്കും അഖിൽമാരാർക്ക് ഒരു എതിരാളിയാകുമെന്നാണ് നമ്മൾ ഒരു ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെയാണ് ഈ മിഥുന്റെ കേസ് വരുന്നു. പിന്നീട് റിനോഷിന്റെ അസുഖം കാരണം റിനോഷ് പുറത്തു. അതല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫൈനൽ വരെ ഉള്ള ഒരു ഫൈറ്റ് കാണാമായിരുന്നു എന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത്. അപ്പം ഇല്ല, അസുഖം വന്നില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായിരുന്നു അവിടെ നിന്ന്. എന്താണ് ഈ കപ്പ് പരിപാടി അതൊക്കെ ജനമാണ് തരുന്നത്. അതിപ്പം അഖിൽ ബ്രോനാണ് അത് കിട്ടിയേക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്നായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ സാധനമൊന്നുമല്ല. പക്ഷേ അവിടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ അടുത്ത് ജുനൈസ് പറയായിരുന്നു, പുള്ളി ഷോ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. പുള്ളിക്കാരൻ പറയായിരുന്നു ഇങ്ങനെ ഏറ്റവും അവസാനത്തെ ദിവസം ലാലേട്ടൻ വരും, 2 പേരേ ഉണ്ടാവുള്ളൂ, ലാലേട്ടൻ 2 കൈ പിടിച്ചു കൊടുത്ത് ലൈറ്റൊക്കെ ഓഫ് ആവും, പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുള്ളൊരു സാധനം പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ആ ഹൗസിൽ നിൽക്കുന്നതിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4 അല്ല 5 6 ആഴ്ച എനിക്കിങ്ങനെ നിൽക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് അതിൻ്റെ ഒരു മൂടൊക്കെ പിടിച്ചു തുടങ്ങി. പിന്നെ ഇങ്ങനെയൊക്കെ കേട്ടു തുടങ്ങിയപ്പം ആ 2 എന്തായാലും ഒന്നാവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. ബിക്കോസ് അതൊരു വലിയ മൊമെന്റ് ആണ്. പക്ഷെ ജയിക്കുന്നത് ഞാൻ ഫോർ മീ ഇങ്ങനത്തെ ചില മൊമെന്റ്സ് ആണ് കുറച്ചും കൂടി പ്രഷ്യസ് ആവണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിന്നായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ചുകൂടി രസമായിരുന്നേനെ. എനിക്കും അതെ, ഇപ്പം ഇഷ്ടപ്പെടുന്നവർക്കും ഒരു രസം പരിപാടിയായിരുന്നേനെ. പക്ഷെ ഇങ്ങനെ പോയത് അതിന്റെ റൂട്ട് അത് അങ്ങനെ ആയിരിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ 9ാം ക്ലാസ്സിൽ നിന്ന് വിളിച്ച് പുറത്താക്കി. സ്കൂളിൽ മറ്റേ ഇനി നീ ഇവിടെ പഠിക്കണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കി. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഞാൻ 10ൽ ഞാൻ പോകുന്ന ഞാനൊരു പുതിയ സ്കൂളിൽ ചേരുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ഞാൻ മറ്റേ പഴയ പഠിച്ച സ്കൂളിലാണ് എല്ലാവരും പോകുന്നത്. അപ്പം ഞാൻ ഇവർ കാണാതെ പുതിയ യൂണിഫോം ഇട്ട് ഞാൻ അപ്പുറത്തെ കൂടെ ചാടിപ്പോവും ഇവരറിയാതിരിക്കാൻ. ഞാൻ എന്നെ സ്കൂൾ മാറ്റിയത്. പക്ഷെ ഞാൻ 10ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ പോയപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറി. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയി എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഞാൻ ഇതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇറ്റ്സ് എ ടേണിംഗ് പോയിന്റ് ദാറ്റ് എല്ലാവർക്കും ഇപ്പം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് പേർക്ക് വിഷമമായി കാണാം. എനിക്കും വിഷമമായി. പക്ഷെ അത് വേറെ എന്തൊക്കെയോ അടിപൊളി പരിപാടിക്ക് വേണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. ഇപ്പോൾ ശോഭ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും. ബിഗ് ബോസിനുള്ളിലെ ശോഭയെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റിനോഷ് വിലയിരുത്തുക? ഭയങ്കര എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് ഒരു പരിപാടി പുള്ളിക്കാരത്തി മാക്സിമം 100% എഫേർട്ട് കൊടുത്ത് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ സംസാരത്തിൽ മാത്രമല്ല പുള്ളിക്കാരത്തിക്ക് പ്രവൃത്തിയിലും അത് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അത് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഷോബ്രൂ. ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനിഷ്യലി മേ ബി ഫസ്റ്റ് വീക്ക് വോട്ട് ഔട്ട് മറ്റേ നോമിനേഷൻ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ ഞാൻ ആക്ച്വലി ശോഭ ബ്രോനെയാണ് പ്ലാൻ ചെയ്തിട്ടത്. ബിക്കോസ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ, ഞാൻ മിണ്ടിയിട്ടില്ല അങ്ങനെ. പക്ഷെ പോകുന്നവരും പുള്ളിക്കാരത്തിയിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അല്ല പുള്ളിക്കാരത്തി ഈ പറഞ്ഞല്ലോ ഇപ്പോൾ ഗെയിംസ് ആയിക്കോട്ടെ അതിലൊക്കെ മാക്സിമം എഫേർട്ട് എടുത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഐ തിങ്ക് ഗുഡ് പേഴ്സണാലിറ്റി, ഗുഡ് ഹ്യൂമൻ ബീങ് ആൻഡ് പുള്ളിക്കാരത്തി ടോപ്പ് 5 ഉണ്ടായിരുന്നല്ലോ. സോ ഡെഫിനറ്റ്ലി ജനം അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ. ആണ്. ഇപ്പോൾ ജുനൈസിനെ മാത്രമേ അതിനുശേഷം ശരിക്കും കോണ്ടാക്ട് ഉള്ളൂ അല്ലേ? അതാണ്, ജുനൈസ് ഭയങ്കര ക്ലോസ് ആണ് ശരിക്കും. ജുനുക അത് കഴിഞ്ഞിട്ടും ഭയങ്കര, ബിക്കോസ് ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ച് പരിചയപ്പെട്ട് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ എപ്പോഴും അങ്ങനെ ഭയങ്കര തിക്കാന്നില്ല. പക്ഷെ ഞങ്ങൾ തമ്മിലൊരു ഓട്ടോമാറ്റിക്കലി ഒരു കണക്ഷൻ എവിടെയോ ഇപ്പം ബിൽഡ് ആയിട്ടുണ്ട്. അത് ഐ ഡോണ്ട് നോ. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര ജെന്യുവൻ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബിക്കോസ് അതിൻ്റെ
ഞാൻ ഹൗസിൽ നിന്ന് പുറത്ത് പോയ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ എന്നെക്കുറിച്ച് ഇങ്ങനെ സംസാരങ്ങളും ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ കേസാട്ടോ, ഇതൊക്കെ ചുമ്മാ പറയുന്ന ആരൊന്നും വിഷയമല്ല. അപ്പം ആരെന്ത് പറഞ്ഞാലും അപ്പോഴും ജുനേസ് പുറത്ത് വന്നിട്ടില്ല. ജുനേസിന് എന്താ സീനെന്ന് അറിയത്തില്ല. പക്ഷെ എന്ത് പറ്റിയാലും ലൈക്ക് ജുനേസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് റിനോഷ് അങ്ങനെയല്ല, ഞാൻ അറിയുന്ന റിനോഷ് അങ്ങനെയല്ല എന്ന്. അയാൾ കുറേ പേര് അയാളുടെ ഓപ്പോസിറ്റ് നിന്നിട്ട് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും അത് അയാൾ ഇങ്ങനെ നിന്ന് അയാൾ പറയണമെങ്കിൽ ദാറ്റ് മാൻ ഹാസ് ക്വാളിറ്റി ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ്. സോ അത് കാരണമാണ് അയാൾ എൻ്റെ ലൈഫിൽ അങ്ങനെ കൂടെ ഉള്ളത്. ഈ അകത്ത് നിങ്ങൾ മത്സരിക്കുമ്പോൾ റിനോഷിന് വേണ്ടിയിട്ട് പുറത്ത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരോഷായിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം കരുതിയത് ബ്രദർ എന്നാണ്. അപ്പൊ വീട്ടിൽ പോകുമ്പോഴും ആരോഷും റിനോഷും അപ്പൊ ബ്രദർ ആയിരിക്കണം എന്നുള്ളതാണ്. അവസാനം ആരോഷിനോട് ചോദിച്ചു ഞാൻ. അപ്പം ബാംഗ്ലൂരിൽ വീട്ടിൽ വന്നിരുന്നല്ലോ, അത് അറിഞ്ഞിട്ടില്ല, പുറത്തിറങ്ങുമ്പോഴാണ് അറിയുന്നത്. അപ്പോ ശരിക്കും ഞാൻ ചോദിച്ചു ആരോഷിനോട് എന്താണ് റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചു. അപ്പോ അല്ല, അത് നേരിട്ടുള്ള ബ്രദർ അല്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഇപ്പൊ റിനോഷ് പറയുമ്പോഴാണ് ശരിക്കും മനസ്സിലായത് ആക്ച്വലി കൂട്ടുകാരനാണ്, ആക്ച്വലി ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചായിരുന്നു. +1 അങ്ങനെ മീറ്റ് ചെയ്തതാ. 1 വർഷം ഒരുമിച്ച് പഠിച്ചോളൂ ശരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ പരിപാടിക്കും അറോഷ് കൂടെ അങ്ങനെ ഉണ്ട്. അറോഷ് വേറെ ബിസിനസ് ചെയ്യാണ് ബോംബെയിൽ. പക്ഷെ ഭയങ്കര എന്ന് വെച്ചാൽ എന്താണ്, അറോഷിനൊരു വേറെ 3-4 ബ്രദേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അറോഷ് അവർക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാളും എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അരോഷിന് വേണ്ടിയിട്ട് ഓ മച്ചാൻ എന്നുള്ള പാട്ട് ഞാൻ കണ്ടായിരുന്നു. അത് ശരിക്കും കല്യാണത്തിന്, ഒറിജിനൽ കല്യാണത്തിന് ഷൂട്ട് ചെയ്തതാണ് അരോഷിന്. അതെ, അരോഷിന്റെ കല്യാണത്തിന് ഷൂട്ട് ചെയ്ത പാട്ട്. അത് കണ്ടാ പറയില്ല, രസമായിട്ട് അത് ചെയ്യാൻ പറ്റി. അവിടെ പിന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, 10-60-70 പേരുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവരെയൊക്കെ വിളിച്ച് കുറച്ച് ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ പഠിപ്പിച്ച് അങ്ങ് പടച്ചി. അതിലെ 2 പേരെയും കൂടെ ആയിക്കോട്ടെ. എല്ലാരും പോയി, അവൾ പണ്ടേ പോയി, മച്ചാനും പോയി, ഞാനും ഒറ്റയ്ക്കായി, we stay in single എന്നും പാടി, we had plans but എല്ലാരും കെട്ടി പിള്ളേരായി, കല്യാണം വേണ്ട, we be partying tripping എന്നെല്ലാരും എന്നോട് പറഞ്ഞതാ. ഇപ്പോൾ ഒറ്റയ്ക്കു ഞാനിരുന്നടിക്കുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണു നിറഞ്ഞതാ. ഓ മച്ചാനെ കൂട്ടുകാരെല്ലാരും കെട്ടിപ്പോയി, ഇപ്പോഴോ ഞാൻ ഒറ്റയ്ക്കായി. ഒരു പരിപാടി രസമുണ്ടായിരുന്നു. ഈ ബിയർഡോ എന്ന് പറയുന്ന പരിപാടി ഞാൻ പേര് ശ്രദ്ധിച്ചായിരുന്നു. ഈ മല്ലൂല് ബക്കാടി ഉണ്ട്, പിന്നെ ഇപ്പോഴത്തെ പാട്ട് ബക്കാടിയാണ്. ആ ഒരു ആശത്തൊരു സ്നേഹമൊക്കെ ഉണ്ടല്ലേ പേരുകളിൽ തന്നെ ഒരു. അങ്ങനൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എഴുതുമ്പോ തോന്നുന്ന ഓരോ സാധനങ്ങള് സ്പോട്ടിൽ വരുന്നതാണ്. അപ്പം ബിയർഡോ പിന്നെ അതൊരു ബ്രാൻഡിന് വേണ്ടി എഴുതിയതാണ്. അപ്പൊ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു പരിപാടി കാരണം അത് അങ്ങനെ വന്ന്. ശരിക്കും താടി വെച്ച് നടക്കുന്ന പരിപാടിക്കാണ് അല്ലേ ബിയർഡോ എന്ന് പറയുന്നത്. ഒരു താടി വെച്ച് നടക്കുന്ന മനുഷ്യനാണ് ബിയർ. ഐ മീൻ അവരുടെ ബ്രാൻഡിന്റെ പേരാണ് ബിയർഡോ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇപ്പം കുറെ സിനിമകളൊക്കെ വന്ന് ഐ തിങ്ക് KGF, പ്രേമോ അതൊക്കെ ബിയർഡിന് വല്ലാത്ത ബ്രാൻഡിങ് ആയല്ല. പണ്ട് മറ്റേ ബിയർഡ് കളിക്കുന്ന മറ്റേ എന്താണ് മറ്റേ ഡിപ്രഷൻ അടിക്കുന്നവനാണ് ബിയർഡ്. ഇപ്പൊ ബിയർഡുള്ള വിഷയം ആ സാധനമാണല്ലോ. അപ്പം ആ ഒരു സ്പേസ് ആയിരുന്നു. അപ്പോഴാണ് അവർ അപ്രോച്ച് ചെയ്തത് ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാൻ വേണ്ടി. ഈ വിഷയം എന്ന് പറയുന്ന വാക്ക് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ, ഇടയ്ക്ക് വെച്ച് അങ്ങനെ വരും. അതിനകത്ത് ശരിക്കും ബിഗ് ബോസിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്തിരുന്ന ഈ വിഷയം എന്ന് പറയുന്ന വാക്കായിരുന്നു. റൈറ്റ്. അതൊക്കെ പുറത്തു വരുമ്പോഴാണ് ഓരോന്ന് അറിയുന്നത്. ആണാണ്, പക്ഷെ അടിപൊളി. പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത കുറെ പരിപാടികൾ ഉണ്ടാവുമല്ലോ, എന്നിട്ട് ശരിക്കുള്ള പുറത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലായത് എപ്പോഴാണ്? വീഡിയോസൊക്കെ കണ്ടു നോക്കിയോ, അതേ റീല് മാത്രമേ കണ്ടോളൂ? ഇല്ല, ഷോ മൊത്തത്തിലൊന്നും കണ്ടു നോക്കിയില്ല. യൂട്യൂബിൽ വരുന്ന ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പം നമുക്ക് ഇന്നതാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയാ, ഇത് ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഓരോ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പം എന്നെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്താണെങ്കിലും ഒരാൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ചുള്ള അഭിപ്രായം ഇങ്ങനെ ആയിരിക്കും, മറ്റേ ആൾക്കാർ മറ്റേ അഭിപ്രായമായിരിക്കും. അപ്പൊ ഇതാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കേൾക്കുന്നത് കൂടുതൽ പുഷ് ഔട്ട് ചെയ്യുന്ന മേ ബി അത് എപ്പോഴും ഭൂരിപക്ഷത്തിന്റെ ഒരു ഇതാണോ ആവേണ്ട പോലും ഇല്ല. അത് ചിലപ്പം കൂടുതൽ പബ്ലിസിറ്റി മാർക്കറ്റിംഗ് ഉള്ളത് അതിനായിരിക്കാം, എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ മനസ്സിലായത് പലർക്കും പല അഭിപ്രായങ്ങളാണ്. സോ അപ്പൊ ഇന്നതാണ് ആൾക്കാർ വിചാരിച്ചേക്കുന്നത്, ഇന്നതായിരുന്നു ഇതിന്റെ ഇതെന്ന് അങ്ങനെ എനിക്കൊരു കൺക്ലൂഷൻ ഇതായിരുന്നു എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. ഈ ബക്കാടിയുടെ ഷൂട്ട് പോയപ്പോ ലച്ചു ആയിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നു. പഴയ കഥകളൊക്കെ പറഞ്ഞോ ലച്ചുമായിട്ട്? അതെ, ഷൂട്ട് അങ്ങനെ ഡിലേ വന്നോ? ഇല്ല അങ്ങനെ ഒന്നുമില്ല. ബിക്കോസ് ഷൂട്ടൊക്കെ വരുമ്പോൾ പിന്നെ പടപടി ആ ഒരു മൈൻഡാണ്. ബിക്കോസ് അത് കൂടുതൽ
ഞങ്ങൾ ഗോവയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ലൈക്ക് പെട്ടെന്ന് ഇത് പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇടയ്ക്ക് വെച്ച് ഇതിനെക്കുറിച്ച് ജസ്റ്റ് സംസാരിക്കും എന്നല്ലാതെ അധികം ടൈം കൂടുതൽ ഇതിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ ബട്ട് ഹിയർ എന്താ കുറിച്ചും ഉണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ പാട്ട് വരും. പിന്നെ വിഷയമാണ്, ഇനി വരുന്ന വർഷം കുറെ പാട്ടുകൾ ബാക്ക് ടു ബാക്ക് വരാൻ നിൽക്കുവാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നത്. ദിസ് ഈസ് ബാംഗ്ലൂരിന്റെ 2 വരിയും കൂടെ പാടും. Woke up at 8 and goddamn it's late. Can somebody tell me what is the date? Was wasted at a party at Brigade. I was almost there but didn't get late. Introducing myself, I'm from another state. Guru and solpa chutney on my plate. Well there's my cabbie honking at the gate. I work for IT, yes that this is Bengaluru. You can call me Guru. It's something about this Uru. This is Bengaluru and this is my Uru. ഈ ചില വരികളൊക്കെ അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ മീറ്ററിന് ഒതുങ്ങില്ല, മലയാള വാക്കുകൾ. അപ്പോൾ അത് ഒതുക്കി പാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു വാക്ക് കണ്ടുപിടിക്കണമെന്ന് തോന്നുന്നില്ല, ഇല്ലെങ്കിൽ അത് മതിയെന്ന് വിചാരിക്കും. അതാണ് സ്റ്റൈല്. ഇപ്പോൾ പാടുമ്പോൾ അതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ അത് അങ്ങനെ കഴിയാത്തതുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു എൻ്റെ ബേസിക് ഒരു ഇത് തന്നെ ഇംഗ്ലീഷ് മംഗ്ലീഷ് പരിപാടിയാണ്. ഞാനിപ്പോൾ ഇപ്പം ഇറങ്ങിയേക്കുന്ന പാട്ടാണെങ്കിൽ പോലും 5 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന പാട്ടാണ്. അപ്പൊ അത് ഞാൻ ഇനിഷ്യലി ഏറ്റവും ആദ്യം മലയാളത്തിൽ എഴുതിയ പാട്ടാണ്. അപ്പൊ അതിൽ ഡെഫിനറ്റ്ലി ഒരുപാട് ലിറിക്കലി ഒരുപാട് എന്താ പറയാ പോരായ്മകളോ അല്ല കാര്യങ്ങളോ ഡെഫിനറ്റ്ലി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കലയുള്ളവന്റെ സിനിമ എന്ന് പറഞ്ഞ റാപ്പറൊക്കെ ആയിരുന്നു. അതിലൊക്കെ എനിക്കറിയാം ഞാൻ സോളിഡാ ആരെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ലിറിക്സിൽ. ബിക്കോസ് ഐ നോ ഞാൻ അതിൽ വളർന്നു ലിറിക്കലി. ബിക്കോസ് നമ്മൾ ചെയ്യുമ്പോഴാണ് അത് വന്നത്. എനിക്ക് ഒരിക്കലും മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് ആരെയും പെട്ടെന്ന് ഇപ്പം പോയി ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ഒരു സാധനം മൊത്തത്തിൽ മലയാളത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യണം, ഇത് ഈ മിക്സ് ആവുന്ന എൻ്റെ സ്റ്റൈലാണ്. അതാണ് എന്നെ വ്യത്യസ്തനാക്കുന്നത്. അപ്പം ഇതിൽ ഇങ്ങനെ എഴുതിയാലാണ് കാവ്യാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, നിങ്ങളത് കേട്ടോ. എനിക്ക് പാട്ടോ അല്ല ഇത് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ എങ്ങനെ വേഴ്സറ്റൈലായിട്ട് എൻ്റേതായിട്ടുള്ള രീതി പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇത് അടിപൊളിയാണ് ഇതാണ് ഇങ്ങനെ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ പിഞ്ച് ഓഫ് ഡിഫറൻസ് അല്ല ലേണിംഗ് അല്ല. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് ഡെഫിനറ്റ്ലി തോന്നും ഇത് പോരാ, ഇത് ബെറ്റർ ആക്കാം, ഇങ്ങനെ ബെറ്റർ ആക്കാം. അങ്ങനത്തെ ബെറ്റർ പരിപാടി മുന്നോട്ട് വരികയും ചെയ്യും. സോ ഇറ്റ്സ് ഓൾവേസ് ലേണിംഗ്. അങ്ങനെ ഈ ബിഗ് ബോസിന് പുറത്തു വന്നതിന് ശേഷം ബിഗ് ബോസ് ഹൗസ് എപ്പോഴെങ്കിലും ഹോണ്ട് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും വർഷം? പിന്നെ ഡെഫിനറ്റ്ലി നമുക്കിപ്പം ജുനൂക്കായിട്ട് എപ്പോഴും സംസാരിക്കാറുള്ള കാര്യം, നമുക്ക് അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ഓരോ മുക്കും മൂലയും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും പ്രഷ്യസ് ആണ്. ഇപ്പം സങ്കടം വരുമ്പോൾ ഒരു സൈഡിൽ പോയിരിക്കുന്നതും അല്ലേ ഓരോരുത്തരും ഓരോ കോർണേഴ്സ് ഉണ്ട്. അപ്പം ആൾക്കാർ ഇപ്പം നമ്മൾ 3 മാസം കാണുന്ന ആൾക്കാർക്ക് തന്നെ പെട്ടെന്ന് ഈ ഷോ തീരുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ഡ്രോപ്പ് ഉണ്ടാവും. അപ്പം നമ്മളവിടെ നിന്ന് ഇതിങ്ങനെ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ ഭയങ്കര അതിൽ നിന്ന് പുറത്തു വരാൻ ഡെഫിനറ്റ്ലി ടൈം എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. അത് നമുക്ക് ഇപ്പം ആൾക്കാരായിക്കോട്ടെ, നമുക്ക് ചിലപ്പോൾ അവരായിട്ട് പേഴ്സണൽ ഡിഫറൻസസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ അവരെ മിസ് ചെയ്യും. അങ്ങനെയൊക്കെ ഭയങ്കര അത് എല്ലാവർക്കും ആ ഒരു ഹാങ് ഓവർ എന്തായാലും ഉണ്ടാവും. ആണ് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെ കാണണമെന്ന് നമുക്ക് തോന്നില്ലേ? അത് നമ്മൾ വിചാരിച്ചിരുന്നു സ്നേഹത്തിലായിരുന്ന ആൾക്കാരെ, ഇപ്പൊ റിനോഷ് പറഞ്ഞതുപോലെ സ്നേഹത്തിലായിരുന്നവരല്ലാത്തവരെ നമ്മൾ ചിലപ്പോൾ കാണാൻ ആഗ്രഹിക്കും. അബ്സല്യൂട്ട്ലി. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആരോടെങ്കിലും? ഇല്ല, ഞാൻ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. ബിക്കോസ് ഇങ്ങോട്ട് സംസാരിക്കാൻ ഇടയ്ക്ക് വെച്ച ആൾക്കാർ വന്നാലും എനിക്ക് ഒരു എന്താ പറയാ, ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഇപ്പൊ എനിക്കുണ്ട് ആഗ്രഹമുണ്ട് സംസാരിക്കാൻ. ബിക്കോസ് ഞാൻ പറഞ്ഞു ഇതൊരു ഹാങ് ഓവർ ആണ്. ഇപ്പോൾ ഇതിപ്പോ ഒരു ഡ്രഗ് പോലെ നമ്മൾ ഇത്രയും നാൾ എടുത്തൊരു സാധനമാണെന്ന് ഓർത്തോ. നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ആ ഡ്രഗിന്റെ കുറച്ച് ആവശ്യം ഉണ്ടാവും. നമുക്ക് ചില ആൾക്കാരെ വേണമെന്നുണ്ടാവും, അവർ സംസാരിക്കാൻ നോക്കുമ്പോൾ അങ്ങോട്ട് സംസാരിക്കണമെന്ന് മനസ്സിൽ നിന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് പിന്നെ പഴയ കാര്യങ്ങളും അത് ഇന്ന കാരണം കൊണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞ് ഇതേ ബിഗ് ബോസ് തന്നെയാണ് പിന്നെ. എനിക്ക് അതിന് പേഴ്സണലി താല്പര്യമില്ലായിരുന്നു. ആൻഡ് അത് കാരണം തന്നെയാണ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരൊറ്റ ഇന്റർവ്യൂ കൊടുത്തുള്ളൂ, അതോടെ പരിപാടി തീർന്നു. ബിക്കോസ് നമ്മളെ കുറിച്ച് ജനം എല്ലാം ഓൾറെഡി ഒരു 3 മാസം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്താന്ന് പറയുന്നത്, ഇനി വന്ന് ഇതിൽ പിന്നെയും കുത്തിരിക്കാം. ഇത് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞ് 2 തംബ്നെയിലൊക്കെ ഇട്ട് ഓക്കെ. അപ്പം ഇങ്ങനെ സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പഴയ വിഷയങ്ങൾ പിന്നെയും വരും എന്നുള്ളതിൽ അത് കാരണം ഞാൻ തന്നെ സ്പേസ് വെച്ചേക്കുമായിരുന്നു. പക്ഷെ ആരുമായിട്ടും ഒരു വിരോധമോ അത് വെറുതെ പറയുന്നല്ല, ആരുമായിട്ടും ശരിക്കും എനിക്ക് തോന്നുന്നില്ല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു ഇതുണ്ടെന്ന്. എല്ലാവരും വളരാൻ വേണ്ടിയാണ് പ്ലാറ്റ്ഫോമിൽ വന്നത്. എല്ലാവരും അടിപൊളിയായി വളരണം, അതാണ്. അതിനുശേഷം സിനിമയിലേക്ക് വല്ല ഓഫറും വന്നില്ല? ആക്ച്വലി കുറച്ച് നല്ല സിനിമകളിലോട്ട് പരിപാടി ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് സിനിമയല്ല, ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് നല്ല പരിപാടി ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് സമയമാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ചൊക്കെ എന്താ പറയേണ്ടതെന്ന്. ബിക്കോസ് പാട്ടാണെങ്കിൽ എനിക്കിപ്പോൾ പറയാം ഡെഫിനറ്റ്ലി ഇങ്ങനെ വരുന്നുണ്ട്,
മറ്റേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല കുറച്ച് ഡയറക്ടേഴ്സ് കുറച്ച് നല്ല പരിപാടിക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയല്ല, അതിന് അതിൻ്റെതായ സമയം എടുക്കുമായിരിക്കാം. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. റിനോഷ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ റിനോഷ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ട്, അതിനെ സിനിമയിലേക്ക് പറിച്ചു നടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒതുങ്ങി എഴുതിയൊക്കെ റെഡിയാക്കി കൊടുക്കും. ബിക്കോസ് അത് അവരുടെ ആവശ്യമാവുള്ളൂ, അത് അവരുടെ ആവശ്യമാണ്. അപ്പം അവരുടെ ആവശ്യത്തിന് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഞാൻ ഈ ഇടയ്ക്ക് മൈ ഡിയർ പുണ്യാളനോ അങ്ങനെ ഒരു സിനിമ, ഞാൻ പേര് മറന്നുപോയി, അനശ്വര രാജൻ പിന്നെ ഗോപി സുന്ദറാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടൈറ്റിൽ ട്രാക്ക് ഞാൻ എഴുതി ഇതായിരുന്നു. അപ്പൊ എഴുതി കഴിയുമ്പോൾ അവർക്ക് ഇത് വർക്കല്ല എന്ന് പറഞ്ഞാൽ ഞാനത് മാറ്റി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ബിക്കോസ് അത് അവരുടെ വർക്കാണ്. അപ്പൊ അതേപോലെ എൻ്റെ വർക്കാണ്. അപ്പം അവിടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ടുള്ള സാധനം ഞാൻ എഴുതുന്നത്. when you work for somebody else you have to obey their rules. So yeah. ഒരു പാട്ടും കൂടെ പാടൂ, ഇഷ്ടപ്പെട്ട പാട്ട്. ഞാൻ ഇതുവരെ ഞാൻ ചോദിച്ച പാട്ടുകളാണ് പാടിച്ചത്. ഇനി റിനോഷിന്റെ ഇഷ്ടം പാട്ടുപാടി മടുത്ത്. ഇനി ചേട്ടനൊരു പാട്ട് പാടി. മനസ്സിനു മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, we are friends. പുസ്തകത്താളുകളിൽ ഒന്നായി തുറന്നിടും, we are friends. ദുഃഖങ്ങളിൽ കൂടി നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. ഈ ഒരുപാട് പേര് ആരാധകർ വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ റിനോഷിന്റെ ആരാധകരായിരുന്നു. എന്നിട്ട് ആരൊക്കെ കണക്ട് ചെയ്തു, ആരൊക്കെ സംസാരിച്ചു റിനോഷിന്റെ അടുത്ത്? അയ്യോ, അങ്ങനെ കണക്ട് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വെച്ച് അവിടെ ഇവിടെ ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാരൊന്ന് സംസാരിക്കും, നമ്മളിത് സംസാരിക്കും. അല്ല, അങ്ങനെ കാഷ്വലി അല്ലാതെ ആരും മീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല? ഇല്ല, ഞാൻ അങ്ങനെ ഒരു സ്പേസിലോട്ട് ഇറങ്ങിയിട്ടില്ല, പിടി കൊടുത്തിട്ടില്ല. ഐ മീൻ നമ്മളെ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നത് മോർ ഗോൾ ഓറിയന്റഡ് ആൻഡ് പ്രൊഫഷണൽ ഓറിയന്റഡ്. സോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാരെ കാണുന്നു, നമ്മൾ വേണ്ടുന്നു, പീസ്, അടിപൊളി. കുടുങ്ങാൻ തീരുമാനിച്ചിട്ടില്ല? ഇല്ല, വേണ്ട. അപ്പൊ ഇങ്ങനെ പൊളിയായിട്ട് പോട്ടെ, ബക്കാടി ഹിറ്റ് ആവട്ടെ. അടിപൊളി. നന്ദിയുണ്ട് സംസാരിക്കാൻ. അടിപൊളിയാട്ടോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഫുൾ പൊളി.